തൃശൂർ വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ നടുക്കത്തിലാണ് കേരളം എമ്പാടും. തൃശ്ശൂരിൽ പൂരലഹരിയിലേക്ക് അമരാനിരുന്ന ഒരു നഗരമാണ്. അവിടെ ഇപ്പോൾ ഈ വെടിക്കെട്ട് ദുരന്തമുണ്ടായപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരുപക്ഷെ പൂരത്തിന് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം മരണങ്ങളൊക്കെ സംഭവിക്കുകയും ഇത്ര വലിയ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്ത് മരിച്ചവരിൽ പലരെയും തിരിച്ചറിയാനുണ്ട്. എത്ര പേർ മരിച്ചു എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാകാത്ത പശ്ചാത്തലമുണ്ട്. ഒപ്പം പശ്ചിമേഷ്യയിൽ സമാധാനത്തിൻ്റെ ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. വെടിനിർത്തൽ കരാർ നീട്ടുമെന്ന് ഒടുവിൽ ട്രംപ് സമ്മതിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ യാതൊരു ഉറപ്പും ലഭിക്കാതെയാണ് ട്രംപിൻ്റെ ഈ സമ്മതം എന്നതും പ്രധാനമാണ്. ട്രംപ് കീഴടങ്ങി എന്ന് വേണം കരുതാൻ. ഇതടക്കം നിരവധി വാർത്തകളുമായി നമുക്ക് മുന്നോട്ട് പോകണം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. തൃശൂർ വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൽ മരണം 13. അപകടം മുണ്ടത്തിക്കോട് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടുപുരയിൽ 6 പേരെ തിരിച്ചറിഞ്ഞു. 2 പേർ വെന്റിലേറ്ററിൽ, 5 പേർ ഗുരുതരാവസ്ഥയിൽ. വിറങ്ങലിച്ച് നാട്. അപകട സ്ഥലത്ത് 32ഓളം ആളുകൾ ഉണ്ടായിരുന്നതായി സൂചന. വിദഗ്ധ പരിശോധന തുടരുന്നു. മരിച്ചവരെ തിരിച്ചറിയാൻ DNA സാമ്പിൾ ശേഖരിക്കുന്നു. തിരച്ചിലിന് സ്കൂബ സംഘവും സ്ഥലം പരിശോധിക്കാൻ കടാവർ നായയും. പൂരം ചടങ്ങാക്കി നടത്താൻ തിരുവമ്പാടിയും പാറമേക്കാവും. തീരുമാനം സർക്കാരിന് വിടുന്നുവെന്ന് തിരുവമ്പാടി വിഭാഗം. നിയമപരമായ കാര്യങ്ങളിലും തീരുമാനമുണ്ടാകണം. ദേവസ്വം മന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വാൽപ്പാറ അപകടത്തിൽ പരിക്കേറ്റ ഒരാൾ കൂടി മരിച്ചു. മരണസംഖ്യ 10ആയി. മരിച്ചത് പാങ് സ്വദേശിയായ ഡ്രൈവർ നൌഷാദ് അലി. മരണകാരണം ചികിത്സ വൈകിയതെന്ന ആരോപണവുമായി കുടുംബം. പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം. വെടിനിർത്തൽ കരാർ നീട്ടുമെന്ന് ട്രംപ്. ഹോർമുസിലെ ഉപരോധം തുടരും. ഉപരോധം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ UN-ൽ. യുദ്ധ ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങൾ പങ്കുവച്ച് US സെൻട്രൽ കമാൻഡ്. ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളോ? നേതാക്കൾ തമ്മിൽ ഭിന്നതയെന്ന സൂചന. ഹോർമുസ് തുറന്നതിൽ തുടങ്ങിയ ഭിന്നത തുടരുന്നു. ഇറാൻ സർക്കാർ ഗുരുതരമായി ഭിന്നിച്ചിരിക്കുകയാണെന്ന് ട്രംപ്. അമേരിക്ക പിടിച്ച ഇറാൻ കപ്പലിൽ ചൈനയുടെ മിസൈൽ രാസവസ്തുക്കളെന്ന് സൂചന. ആരോപണവുമായി അമേരിക്കൻ റിപ്പബ്ലിക്കൻ നേതാവ്. ചൈന ഇറാനെ പിന്തുണയ്ക്കുന്നു എന്നത് അവഗണിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണെന്ന് പ്രസ്താവന. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് കഴിഞ്ഞ ദിവസം US നാവികസേന പിടിച്ചെടുത്തത് MV ടൗസ്ക എന്ന കപ്പൽ. ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഗാനം പാടിയതിൽ വിമർശനമുയർന്നതിന് നന്ദഗോവിന്ദൻ ഭജൻസിന്റെ മറുപടി. ഞങ്ങൾ ഒരു പരിധിയും ലംഘിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരിധി ഞങ്ങൾ കണ്ടിരുന്നില്ലെന്നും സംഘത്തിലെ കലാകാരനായ നവീൻ മോഹൻ. വിമർശനമുയർത്തിയത് സംഘപരിവാർ നേതാക്കൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് 1 വർഷം. പാക് ഭീകരരുടെ വെടിയുണ്ടകൾ കവർന്നത് 26 ജീവനുകൾ. കനത്ത സുരക്ഷയിൽ മേഖല. വെടിക്കെട്ട് ദുരന്തത്തിൽ വിറങ്ങലിച്ച് തൃശൂർ. ഞാൻ തിരി എടുത്തിടുക. ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞ തിരി പെട്ടെന്ന് തുടങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ വരട്ടെ എന്റെ നോക്കി മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. എനിക്ക് മനസ്സിലായി ചലിച്ചു. ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നറുചെട്ട് പൊട്ടി. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ വെടിക്കോപ്പ് നിർമ്മാണത്തിനിടയിലാണ് ഇന്നലെ വലിയ ദുരന്തം സംഭവിച്ചത്.
വിദഗ്ധ സംഘം അവിടെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം 32 ആളുകൾ അവിടെ ഈ സംഭവ സ്ഥലത്ത് നിർമ്മാണ തൊഴിലിൽ ഏർപ്പെട്ടിരുന്നു, പടക്ക നിർമ്മാണ തൊഴിലിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. 40 എന്ന കണക്കൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. കൂടുതൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ സമീപത്ത് ഉണ്ടോ എന്ന് പരിശോധിക്കുക, സമീപത്തെ കുളത്തിലടക്കം പരിശോധന നടത്തുക എന്നതാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. കടാവർ നായ അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്താൻ സഹായകരമായ നായകളാണ്, അവയെ എത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ വിദഗ്ധ സംഘം അവിടെയുണ്ട്. മജിസ്റ്റീരിയൽ അന്വേഷണം തുടരുന്നുണ്ട്. 13 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇവരിൽ 6ഓളം ആളുകളെ തിരിച്ചറിയാനുണ്ട് എന്ന് മനസ്സിലാക്കണം. മന്ത്രി വീണ ജോർജ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, ഒപ്പം മന്ത്രി ദേവസ്വം മന്ത്രി അടക്കമുള്ളവരെ അവിടെ ഉണ്ട്. അവരുടെ സ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധന അവിടെ തുടരുകയും ചെയ്യും. നമുക്ക് CV അനുമോദിലേക്ക് ഒന്ന് പോകണം. അനുമോദ്, എത്ര പേർ ഉണ്ടായിരുന്നു എന്നതിൽ ഒരു നിശ്ചയമുണ്ടോ ആ പ്രദേശത്ത്? ഏതെങ്കിലും തരത്തിൽ അത്തരം നിശ്ചയത്തിലേക്ക് എത്തുന്നുണ്ടോ? 32 എന്ന കണക്കൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒപ്പം കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുക എന്ന ഒരു വലിയ ശ്രമകരമായ ദൗത്യമുണ്ട്. അത് ഇപ്പോൾ പുരോഗമിക്കുകയാണോ? രഞ്ജിത്ത്, എത്ര പേരുണ്ടായിരുന്നു എന്നതിലാണ് ഇനിയും ഒരു കണക്ക് വ്യക്തമാകേണ്ടതുള്ളത്. 35 എന്നൊരു തരത്തിൽ പറയുന്നുണ്ട്. അത് പരിക്കേറ്റവരുടെ എണ്ണവും രക്ഷപ്പെട്ടവരുടെ എണ്ണവും ഒക്കെ കണക്കാക്കിയിട്ടാണ്. പക്ഷേ അപ്പോഴും ശരീരഭാഗങ്ങൾ അത് മുഴുവനായിട്ട് ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഈ കണക്കുകളിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുണ്ടത്തിക്കുടി സ്ഫോടനമുണ്ടായ സ്ഥലത്താണ്. ഇവിടെ അല്പസമയം മുൻപ് 2 ഇടങ്ങളിൽ നിന്നായിട്ട് 2 ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കടാവർ നായ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് കണ്ടെടുത്തിട്ടുള്ളത്. അത് കൈയുടെയോ കാലിൻ്റെയോ അവശിഷ്ടങ്ങളാണ് എന്നാണ് പ്രാഥമികമായിട്ട് കരുതുന്നത്. അത് പരിശോധനകൾക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ നിൽക്കുന്ന ഈ സ്ഫോടനം നടന്ന ഇടത്തുനിന്ന് ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറം പാടത്തിന് അടുത്തുനിന്നാണ് ഈ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അത്രമാത്രം വലിയ ഒരു സ്ഫോടനമായതുകൊണ്ട് തന്നെ ശരീരം ചിതറി പല ഭാഗത്തായി പോകാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് നേരത്തെ തന്നെ കണക്കാക്കിയിരുന്നു. അപ്പോൾ അതുപ്രകാരം ഈ സ്ഫോടനം ഉണ്ടായ സ്ഥലത്തിൻ്റെ ചുറ്റളവുള്ള പ്രദേശങ്ങൾ മുഴുവൻ പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയിലാണിപ്പോൾ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ മന്ത്രി കെ രാജൻ, മന്ത്രി MP രാജേഷ് തുടങ്ങിയ മന്ത്രിമാരും ഈ പരിശോധനയുടെ അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഫോറൻസിക് വിദഗ്ധരും കടാവർ നായകളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഈ പ്രദേശം അരിച്ച് പെറുക്കിയുള്ള ഒരു പരിശോധന തന്നെയാണ് നടത്തുന്നത്. പലയിടത്തും ഇപ്പോഴും തീ പുകയുന്നുണ്ട്. പലയിടത്തും പൊട്ടാത്ത ഈ സ്ഫോടന വസ്തുക്കളുടെ ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ 3:20 ഈ സ്ഫോടനം നാടിനെ നടുക്കിയിട്ടുള്ള ഈ സ്ഫോടനം ഇവിടെ നടന്നത്. പക്ഷേ അവിടെ എത്ര പേരുണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. 35 എന്നൊരു കണക്കിലേക്ക് എത്തുമ്പോഴും അത് പൂർണ്ണമായിട്ടും സ്ഥിരീകരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഇത്ര അപകട സമയത്ത് എത്ര പേരിവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു ധാരണ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. എന്താണെങ്കിലും നാടിനെ ഈ തൃശ്ശൂർ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ അനുഭവിക്കാത്ത ഒരു മഹാദുരന്തമാണ് ഇന്നലെ ഈ മുണ്ടത്തിക്കോട് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ മുറിവ് അത് ഉണക്കാൻ എന്ത് ചെയ്യും? ഈ മുറിവ് ഉണക്കുന്നതാണ് ആദ്യ നടപടി. സ്വാഭാവികമായിട്ടും ആദ്യം ചെയ്യേണ്ടത് മരിച്ചവരെ തിരിച്ചറിയുക, അവരുടെ ശരീരാവശിഷ്ടങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുക എന്നുള്ള കാര്യമാണ്. അത് അത്ര എളുപ്പത്തിൽ സാധ്യമാകില്ല. കാരണം ലഭിച്ച മൃതശരീരങ്ങൾ പലതും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പലയിടത്തും ശരീരഭാഗങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള DNA പരിശോധനകളാണ് ആദ്യം നടക്കുക. ശരാശരി 3 ദിവസമാണ് DNA പരിശോധനയ്ക്ക് വേണ്ടതെന്നാണ് ഫോറൻസിക് വിദഗ്ധരൊക്കെ പറയുന്നത്. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ച് വേഗത്തിൽ നടത്താനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ മരിച്ചവരെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിൽ കൃത്യമായിട്ട് എത്ര പേർ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. കാരണം ഒരാളുടെ തന്നെ ശരീരഭാഗങ്ങൾ ചിലപ്പോൾ പലയിടങ്ങളിൽ നിന്നായിട്ട് ലഭിച്ചാൽ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് കാണുന്ന സാഹചര്യമാകും. അപ്പോൾ അതൊരു മൾട്ടിപ്ലിക്കേഷൻ, ഒരു
ഇരട്ടിപ്പിൻ്റെ സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ കൃത്യമായൊരു പരിശോധന, കൃത്യമായിട്ടുള്ള തിരിച്ചറിയാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നത്. എന്നാണെങ്കിലും വലിയ ഒരു ദുരന്തത്തിൽ അടുത്ത നടപടി എന്ത് എന്നുള്ളതാണ് കാര്യമായിട്ടുള്ള ആലോചനകൾ. ഇന്നിപ്പോൾ 10 മണിക്ക് ചേരുന്ന ഓൺലൈൻ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഈ പരിക്കേറ്റവർക്കും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും സഹായം നൽകുക. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത് തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പ് തന്നെയാണ്. ഒരു മഹാദുരന്തം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പൂരം നടത്തിപ്പ് എങ്ങനെയാകുമെന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. ആചാരം മാത്രമായി നടത്താനുള്ള അഭിപ്രായം ഉയരുമ്പോൾ തന്നെ മറുവശത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായ എന്ന തരത്തിലുള്ള വാദങ്ങളും ഉയരുന്നുണ്ട്. അത് പൂരം മാറ്റിവെക്കുമ്പോൾ അത്രയും വലിയ ഒരുക്കങ്ങൾക്ക് നടത്തിയ തൊഴിലാളികളുടെ അധ്വാനവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാദങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇതിൽ അന്തിമമായിട്ടുള്ളൊരു തീരുമാനം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും കൈക്കൊള്ളുക. അക്കാര്യങ്ങളൊക്കെ ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ദേവസ്വം ബോർഡുകളുടെയും യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ദേവസ്വം മന്ത്രി പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ആ യോഗത്തിലായിരിക്കും ഇതിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ, പൂരം നടത്തിപ്പിനെക്കുറിച്ച് എങ്ങനെ നടത്തിപ്പിക്കും, പൂരം ആഘോഷമായിട്ട് ആകുമോ അതോ വെറും ആചാരമായിട്ട് കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരാനപ്പുറത്ത് മാത്രം എഴുന്നള്ളിച്ച് പേരിന് പൂരം നടത്തിക്കുകയായിരിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമുക്കറിയേണ്ടത്. ഇപ്പോൾ നമുക്കിവിടെ ഈ പ്രദേശത്തു നിന്ന് പുറത്ത് കൊണ്ടുവരുന്നത് കാണാം. അവിടെ പൊട്ടാതെ സൂക്ഷിച്ച സ്ഫോടന വസ്തുക്കളാണെന്ന് തോന്നുന്നു. ചാക്കിലാക്കിയിട്ട് ഇപ്പോൾ വിദഗ്ധ സംഘം പരിശോധനകൾക്കായി മാറ്റുന്നതിൻ്റെ, ഫയർഫോഴ്സിൻ്റെ സംഘമാണെന്ന് തോന്നുന്നു, മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനെ ഈ ഒരു കോമ്പൗണ്ടിൽ പല ഭാഗത്തായിട്ട് വെടിമരുന്നുകൾ പലയിടങ്ങളിലായി സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റുകയാണിപ്പോൾ ചെയ്യുന്നത് പരിശോധനകൾക്കായിട്ട്. എപ്പോഴും ഇതിൻ്റെ ഒരു കാരണം അറിയുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം. വെറും ചൂട് കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാകുമോ, അതിനൊരു തീപ്പൊരി എവിടെ നിന്ന് വന്നു, എങ്ങനെ ഈ ഒരു ചൂട് കൊണ്ട് മാത്രം തീ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്താണെങ്കിലും ഈ സ്ഫോടനത്തിൻ്റെ കാരണം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ശാസ്ത്രീയമായ പരിശോധനകളും മറ്റും വേണ്ടിവരും. അതിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ അവർ പറയുന്നതാണ്. പക്ഷേ അവരുടെ ആരോഗ്യസ്ഥിതിയും മാനസിക സ്ഥിതിയും ഒന്നും ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അനുയോജ്യമായതല്ല. അതുകൊണ്ട് ഒരുപക്ഷെ ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ തന്നെയാകും ആദ്യഘട്ടത്തിലൊക്കെ പരിശോധനയ്ക്കായിട്ടും അന്വേഷണത്തിനായിട്ടും ഉപയോഗിക്കുക. എന്നാണെങ്കിലും നാടിനെ നടുക്കിയ ഈ ഒരു ദുരന്തം അതിന് ഒന്നാകെ ഒരു വെറുങ്ങ. ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥ സംഘത്തെ അവിടെ കാണാം. പോലീസുകാരുടെ സാന്നിധ്യമുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. ഈ ഉദ്യോഗസ്ഥരൊക്കെ വലിയ കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കടാവർ നായകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ശ്രമകരമായ ദൗത്യം. ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നേതാക്കളൊക്കെ അവിടെയുണ്ട്. സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഈ പ്രദേശം എന്നുള്ളതാണ്. ദുരന്തത്തിൻ്റെ അവശിഷ്ടങ്ങൾ പല ഭാഗങ്ങളിലും ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങളും കാണാം. നമുക്ക് ആശുപത്രിയിലേക്ക് ഒന്ന് പോകണം. അവിടെ നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അപകടത്തിൽ മരിച്ച 7 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് പൂർണ്ണരൂപത്തിൽ കണ്ടുകിട്ടിയത്. 9 മൃതദേഹാവശിഷ്ടങ്ങളും ഈ പ്രദേശത്ത് നിന്ന് ഇതുവരെ ലഭിച്ചു. ഇതിൽ 6 പേരെ തിരിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തിരിച്ചറിഞ്ഞവരുടെ തൃശ്ശൂർ സ്വദേശികളായിട്ടുള്ള ആളുകളെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 2 പേരുടെ മൃതദേഹത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്ന് ഇന്നിപ്പോൾ രാവിലെ വ്യക്തമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. DNA പരിശോധനയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. 10 പേർ ICUവിൽ തുടരുന്നവരിൽ 5 പേർ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വിവരം കൂടിയുണ്ട്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്നുള്ള വിദഗ്ധരടക്കം എത്തിയാണിപ്പോൾ കൂടുതൽ പരിശോധനകളും DNA പരിശോധനകളും മറ്റും നടത്തുന്നത്. നവമി, ഇനിയിപ്പോൾ അവിടെ ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടാവും. കൂടുതൽ ആളുകളെ തിരഞ്ഞുള്ള ഒരുപക്ഷെ എന്താണ് ഇപ്പോൾ നമ്മൾ 32ഓളം ആളുകൾ ഉണ്ടെന്ന് പറയുന്നു. അവരുടെ ബന്ധുക്കളും ഇപ്പോൾ ഇതുവരെ മരണം റിപ്പോർട്ട് ചെയ്യാത്ത ആളുകളുടെ ബന്ധുക്കളും ഇവരെയൊക്കെ തിരഞ്ഞ് അവിടെ എത്തുന്നുണ്ടാകും. അത്തരം വ്യക്തതകളോ മറ്റോ വരുന്നുണ്ടോ? ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അവിടെ ആശുപത്രിയിലെ നടപടിക്രമങ്ങളായി ബാക്കിയുള്ളത്? രഞ്ജിത്ത്, എന്തായാലും മോർച്ചറിയുടെ ഭാഗത്ത് നമ്മൾ വരുമ്പോൾ ഏറെ വേദനിപ്പിക്കുന്ന, കണ്ണീരണിയിക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഉറ്റവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു ആശങ്കയാണ് എല്ലാവരുടെയും മുഖത്ത്.
പ്രത്യേകിച്ച് എവിടെയാണെന്ന് പോലും അറിയാതെ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരുടെ കൂട്ടത്തിലുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. മോർച്ചറിയിൽ എത്തിയപ്പോൾ പോലും ഉറ്റവരെ കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ വിഷമത്തിൽ പലരും മോർച്ചറിക്ക് മുന്നിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ നൽകിയതാണ്. അവരുടെ പ്രതികരണങ്ങളും ഒക്കെ നൽകിയതാണ്. എന്തായാലും ഒരാളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ മണികണ്ഠൻ എന്നൊരാളുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ആശയക്കുഴപ്പം നിന്നിരുന്നു. വിഷ്ണു എന്ന് പറയുന്ന ഒരാളുടെ മൃതദേഹമാണ് അതെന്ന് മറ്റൊരു ആൾക്കാർ കുടുംബം അവകാശവുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷെ അത് പോലീസിന്റെ നേതൃത്വത്തിൽ അത് ഒരു തിരിച്ചറിയൽ നോക്കിയപ്പോൾ അത് മണികണ്ഠന്റേതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇനി വിഷ്ണു എവിടെ എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. അതുപോലെ വിജയൻ എന്നൊരു വ്യക്തിയെ അന്വേഷിച്ചും കുടുംബമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. വളരെ വിഷമിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് മോർച്ചറിയിൽ നിന്നൊക്കെ നമ്മൾ കണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മെഡിക്കൽ കോളേജിലാണ്, തൃശൂർ മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തും. മന്ത്രി കെ രാജൻ രാവിലെ തന്നെ ആശുപത്രിയിലുള്ളവരെ സന്ദർശിച്ചതിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. എല്ലാ മന്ത്രിമാരെല്ലാവരും തന്നെ തൃശൂർ കേന്ദ്രീകരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഓരോ വിവരങ്ങളും അപ്പോഴപ്പോഴായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വേണ്ട കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുക, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിക്കുക. ഇപ്പോൾ ബന്ധുക്കൾ അന്വേഷിച്ചു വരുന്നവർക്ക് അവരുടേതായിട്ടുള്ള നിർദ്ദേശം നൽകുക, അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും മെഡിക്കൽ കോളേജിൽ നടന്നു വരികയാണ്. ഇവിടെ ഇപ്പോൾ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇപ്പോൾ ബെന്നി ബെഹനാൻ MP എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഓരോ നേതാക്കളായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വരും. എന്തായാലും 13 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ 6 പേരുടെ നില തൃപ്തികരമാണ്. 5 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അതിൽ 2 പേർ വെന്റിലേറ്ററിലാണ്. 5 പേരുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത്. 3 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കൈമാറി. ഇപ്പോഴും മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. 2 മൃതദേഹത്തിന്റെ DNA പരിശോധന ഇനി നടക്കേണ്ടതുണ്ട്. 14 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിൽ 2 പേർ ഡിസ്ചാർജായി. ഇങ്ങനെയാണ് നിലവിലുള്ള ആശുപത്രിയിലുള്ളവരുടെ കണക്കുകൾ വരുന്നത്. അപ്പോഴും ബാക്കിയാകുന്നത് ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്. അവരൊക്കെ എവിടെ എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ അനുബോധ് പറഞ്ഞതുപോലെ തന്നെ അവിടെ പരിശോധനകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രിയിൽ എല്ലാ ഒരുക്കങ്ങളും ഉണ്ട്, എല്ലാ സജ്ജീകരണം. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പൂർണ്ണമായ സജ്ജീകരണം തന്നെയാണ് ആശുപത്രിയിലുള്ളത്. വേണ്ട മരുന്നുകളും മറ്റ് സാമഗ്രികളും ഒക്കെ രാത്രിയോടുകൂടി തന്നെ എത്തിക്കുകയും ചെയ്തു. KC വേണുഗോപാൽ MP ഇന്നലെ സന്ദർശിച്ചിരുന്നു. ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു, മന്ത്രി P രാജീവ്, VN വാസവൻ, മന്ത്രി R ബിന്ദു ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരും എല്ലാം ഇവിടെ തന്നെ എത്തിയിരുന്നു. അവരെ സന്ദർശിച്ചു. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടാണ് അവരൊക്കെ മടങ്ങിയിരിക്കുന്നത്. ഇനി ഉള്ള മുന്നോട്ടുള്ള കാര്യം ഇനി ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ DNA പരിശോധന ആവശ്യമാണ്. അത് നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞു. അതിനുള്ള ബന്ധുക്കളെല്ലാം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പ്രതികരണം തേടിയതാണ്. സഹോദരനെ കാണാനില്ല, സഹോദരന്റെ മൃതദേഹമാണോ എന്ന് സംശയം, പക്ഷെ അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. സഹോദര DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് DNA സാമ്പിൾ നൽകുന്നതിനു വേണ്ടി എത്തിയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് മോർച്ചറിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. എന്തായാലും തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സയിലുള്ളവരുടെ വിവരങ്ങൾ ഈ രീതിയിലാണ്. അതിൽ 70% പൊള്ളലേറ്റതാണ് ഇവരിൽ 5 പേര്. അവരുടെ അവസ്ഥയാണ് ഗുരുതരമായി തുടരുന്നത്. അതിൽ ലൈസൻസി ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെയും ആരോഗ്യനില അല്പം ഗുരുതരമാണെന്നാണ് ഏറ്റവും ഒടുവിലായി ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. രഞ്ജിത്ത്, ഏതായാലും ഗുരുതരമായ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. കൂടുതൽ ആളുകൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രികളിൽ തുടരുന്നുണ്ട്. ഇവരുടെയൊക്കെ ജീവൻ രക്ഷിക്കാനുള്ള അശ്രാന്ത പരിശ്രമം ഡോക്ടർമാരുടെ, ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ട്. 2 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിൽ ആശയക്കുഴപ്പമുണ്ട് എന്നാണ് കളക്ടർ പ്രതികരിച്ചത്. ഇവരുടെ DNA പരിശോധന നടത്തുമെന്നും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ വ്യക്തമാക്കി. ചികിത്സയിൽ കഴിയുന്ന 6 പേരുടെ നില തൃപ്തികരമാണ്. 5 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നതായും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നുള്ള അപ്ഡേറ്റ് ആണ് പറയുന്നത്. നമുക്ക് മൊത്തം ഇവിടെ ചികിത്സ തേടിയവരുടെ എണ്ണം എന്ന് പറയുന്നത് 13 പേരായിരുന്നു. അതിൻ്റെ ഉള്ളിൽ 2 പേര് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇപ്പോൾ 11 പേരാണ് ബാക്കിയുടെ ട്രീറ്റ്മെന്റ് നടക്കുന്നത്. അതിൽ 5 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായിട്ട് തുടരുന്നത്. അതിൽ 2 പേര് വെന്റിലേറ്ററിലാണ്. ബാക്കി ഉള്ളവർ നോട്ട് ക്രിട്ടിക്കലാണ്. 6 പേര് നോട്ട് ക്രിട്ടിക്കലായിട്ട് ഇവിടെ ചികിത്സ തേടുന്നുണ്ട്. അതിലൊരു 14ാമത്തെ ആൾ ഇപ്പോൾ എലൈറ്റ് ഹോസ്പിറ്റലിൽ ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം മാറി അവിടെ ചികിത്സ തേടുന്ന ഒരാളുണ്ട്. നമുക്ക് 5
പോസ്റ്റ്മോർട്ടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 പേരുടെ ബോഡിയാണ് വിട്ടു നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം പ്രോസസ്സ് രാവിലെ തന്നെ ആരംഭിക്കും. അതുപോലെ DNA സാമ്പിളിംഗ് എടുക്കാനുള്ള രാജീവ് ഗാന്ധിയുടെ ആളുകൾ രാവിലെ തന്നെ ഇവിടെ എത്തും. ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് 3 ബോഡീസ് ഡിസ്പ്യൂട്ട് ഒന്നും ഇല്ലാതെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. 2 ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതിന്റെ DNA സാമ്പിളിങ്ങിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ 5 എണ്ണമാണ് അങ്ങനെ ഐഡന്റിഫൈ ചെയ്തത്. ബാക്കി 4 നമ്മൾ DNA സാമ്പിളിങ്ങിന് ശേഷം മാത്രം കൊടുക്കാം. ഡിസ്ചാർജ് ചെയ്തവരുടെ പേര് ഞാനിപ്പോൾ ഒന്നെടുത്ത് പറയാം. ഒരു സംശയം, ഈ 5 എണ്ണത്തിൽ 5ഉം കൺഫേം ചെയ്തു, ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് 2 എണ്ണത്തിൽ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് DNA സാമ്പിളിങ്ങിന് ശേഷം മാത്രമാണ് അതിന്റെ കൺഫർമേഷൻ നമ്മളിപ്പോൾ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം മാത്രമാണ് ബോഡി റിലീസ് ചെയ്യുന്നത്. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്താ ഉണ്ട് 6:30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ പോലീസിന്റെയും ഫയറിന്റെ എല്ലാ ടീമും ഉണ്ട്. എൻക്വയറിയുടെ ടീമും ഇന്നലെ പാലക്കാട് നിന്ന് എത്തിയിരുന്നു, എറണാകുളത്ത് നിന്ന് എത്തിയിരുന്നു. ബാക്കി ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇപ്പോൾ ഉണ്ട്. അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ വിളിക്കും. അതിൽ 2 പേര് ഇപ്പോഴും വെന്റിലേറ്ററിൽ. അന്വേഷണങ്ങളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. പല നമ്പറുകൾ വരുന്നുണ്ട്. 30നും 40നും ഇടയിലുള്ള നമ്പറുകളാണ് അധികവും ഉയർന്നു വരുന്നത്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ എളുപ്പമല്ല. ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുള്ള 4 കൺട്രോൾ റൂമുകളിൽ വരുന്ന എൻക്വയറി കൂടി കണക്കിലെടുത്തായിരിക്കും നമുക്ക് അവസാന ലിസ്റ്റ് പറയാൻ പറ്റുക. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്നത് പോലെ എഴുതി ഒപ്പിട്ട് കയറുന്നവരാവില്ല. കാഴ്ചക്കാരായി വരുന്നവരുണ്ടാകും, അന്വേഷിക്കാൻ വരുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടാകും. ഇതൊക്കെ കൂടി കണ്ടുവെച്ച് വേണം നമുക്ക് കാര്യങ്ങൾ നോക്കാൻ. തെരച്ചിലേറ്റവും കൃത്യതയോടുകൂടി നടക്കുന്നുണ്ട്. കടാവർ ഡോഗ്സിൻ്റെ സാന്നിധ്യമുണ്ട്. കടാവർ ഡോഗ്സ് 3 എണ്ണം വന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. കളക്ടർ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു മജിസ്ട്രീരിയൽ എൻക്വയറിയുടെ ഭാഗമായിട്ടുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട്. പെസോൻ്റെ സംഘം വന്ന് ഈ കാര്യങ്ങൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അടിയന്തിരമായി ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിലേക്ക് ആ വിവരം തരാൻ ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് തയ്യാറാകണം. ചില പേടി കൊണ്ടൊക്കെ ആളുകൾ പറയാതിരിക്കുന്നുണ്ടോ എന്നുകൂടി സംശയമുണ്ട്. കാരണം ഇങ്ങനെ വന്നു എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നാൽ എന്തെങ്കിലും പ്രയാസം നാളെ ഉണ്ടാകുമോ? അത്തരത്തിലൊരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല. ആരെങ്കിലും നഷ്ടപ്പെടുകയോ ഇവിടെ വന്ന് വിശദാംശങ്ങൾ അറിയുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ കൺട്രോൾ റൂമിൽ ബന്ധപ്പെടാം. ആ പേടി ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെയായി വ്യക്തിപരമായ കാര്യങ്ങളിലൊരു വിവരം തരാം. അതൊക്കെ കൂടി വെച്ചായിരിക്കും ഇപ്പോൾ മറ്റു ഡീറ്റെയിൽസ് വരിക. രാവിലെ 10 മണിക്ക് അടിയന്തര ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ ഞങ്ങൾ അവിടെ സന്ദർശിച്ചതിന് ശേഷം ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞിരുന്നു. DNA ടെസ്റ്റ് നടത്തേണ്ട രാജീവ് ഗാന്ധി സെൻറ്ററിലെ ഡോക്ടർമാരടക്കമുള്ള സ്റ്റാഫ് തൃശ്ശൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ നടപടിക്രമങ്ങളിലേക്ക് അവർ കിടക്കും. കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം DNA ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കാൻ പറ്റൂ. അല്ല, ഒരു വെളിപ്പെടുത്തൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കണക്കിലൂടെ പറയാം. അങ്ങനെ ഒരു പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് ഒരു ഓട്ടോപ്സി നടത്തിയിട്ടുള്ളതായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്ന നമ്പർ. ഓട്ടോപ്സി നടത്തിയ 11 മൃതശരീര ഭാഗങ്ങൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിലുണ്ട്. 15 മൃതശരീര ഭാഗങ്ങൾ കൂടി ഓട്ടോപ്സി ടെസ്റ്റിന് വിധേയമാകുന്നുണ്ട്. ആ സ്റ്റാറ്റസാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് ഈ പരിശോധന കഴിഞ്ഞിട്ടാകാം. ബന്ധപ്പെട്ടവരുമായിട്ട് കൂടി ആലോചിച്ചതിന് ശേഷം ആ കാര്യങ്ങൾ, ഇത്തരം ദുരന്തത്തിൻ്റെ മുഖത്താണല്ലോ നമ്മൾ നിൽക്കുന്നത്. അല്ല, അത് നമുക്കങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അത് ആളുകൾ അറിയിച്ചാൽ മാത്രമേ അതിൻ്റെ കൃത്യത വരുള്ളൂ. കൺട്രോൾ റൂമിലേക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. അത് 4 കൺട്രോൾ റൂമുകളുടെയും ഒത്തുനോക്കിയാലേ നമുക്കൊരു കൃത്യമെണ്ണം. ഇല്ല, അങ്ങനെ പറയാറായിട്ടില്ല. അങ്ങനെ ഒരു സൂചന പറയാറായിട്ടില്ല. അങ്ങനെ ഒരു ഘട്ടമായിട്ടില്ല. പരിശോധന നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഈ ഘട്ടത്തിൽ. മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സർക്കാർ ഇന്ന് ഓൺലൈൻ മന്ത്രിസഭായോഗം ചേരുന്നുണ്ട്. അല്പസമയത്തിനകം 10 മണിയോടുകൂടിയാകും. അവിടെയാകും നഷ്ടപരിഹാരമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നു. ഇനി വേണ്ടത് ഈ ദുരന്ത ബാധിതരുടെ കുടുംബങ്ങൾക്കുള്ള ആശ്വാസമാണ്. ഇടവേള.
ഞാൻ തിരി എടുത്തിടുക ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നരട്ടി എൻ്റെ നോക്കുമ്പോൾ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ തട്ടി. എനിക്ക് മനസ്സിലായി ചലിച്ചു. ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നറുചെട്ട് പൊട്ടി. പശ്ചിമേഷ്യൻ സംഘർഷം അതിൽ താൽക്കാലികമായ ഒരാശ്വാസം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ. ട്രംപിൻ്റെ യു ടേൺ ആണ് അതിലേറ്റവും പ്രാധാന്യമായി എടുത്തുകാട്ടേണ്ടത്. ഇന്ന് അവസാനിക്കാനിരുന്ന ഇറാനുമായുള്ള വെടിനിർത്തൽ കാലാവധി നീട്ടുന്നതായാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. സമാധാന ചർച്ചകൾ അവസാനിക്കുന്നത് വരെ വെടിനിർത്തൽ തുടരുമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ അറിയിപ്പ് വന്നിരിക്കുന്നത്. അതേസമയം അമേരിക്ക ഹോർമുസ് ഉപരോധം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇറാനും UN-ൽ വ്യക്തമാക്കിയ പശ്ചാത്തലം പ്രധാനമാണ്. എന്നാൽ US ഹോർമുസ് തുറന്നാൽ സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ വാദം. അതുകൊണ്ട് ഉപരോധം തുടരുമെന്നും ട്രംപ് അറിയിക്കുകയാണ്. ഇതിനിടെ US സെൻട്രൽ കമാൻഡ് യുദ്ധ ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങളും പങ്കുവച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. We're rearming, we're retooling, and we're adjusting our tactics, techniques, and procedures. There's no military in the world that adjusts like we do, and that's exactly what we're doing right now during the ceasefire. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഇന്നലെയോടുകൂടി വെടിനിർത്തൽ കാലാവധി അവസാനിക്കേണ്ടതായിരുന്നു. ഇന്നലെ ട്രംപിൻ്റെ പ്രഖ്യാപനം കൂടുതൽ ബോംബുകൾ വർഷിക്കുമെന്നായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഇടപെടലുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പിന്മാറുന്നത്. അതായത് ട്രംപിന് മറ്റ് രക്ഷയൊന്നുമില്ലാത്ത പശ്ചാത്തലമുണ്ട്. ഇനി ഒരു ആക്രമണത്തിനുള്ള ആരോഗ്യം തൽക്കാലം അമേരിക്ക എന്ന രാഷ്ട്രത്തിനില്ല. കോടിക്കണക്കിന് $1 മില്യൺ നഷ്ടം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ ഉയർന്ന വലിയ എതിർപ്പുകളുണ്ട്. അപ്പോൾ ആക്രമണം എന്നത് നീട്ടിവെക്കുക എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി തന്നെ വേണം ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനത്തെ കരുതാൻ. രഞ്ജിത്ത്, ഈ ട്രംപ് പലതവണ ഇതിനു മുൻപേ തന്നെ യു ടേൺ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യു ടേൺ ട്രംപിനൊരു പുത്തരിയല്ല. ഇപ്പോൾ നിലവിൽ ട്രംപ് ചെയ്തിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമെന്ന് പറയുന്നത് പലതവണ അദ്ദേഹം മുൻപ് ചെയ്തിട്ടുള്ള ഒരു അബദ്ധം തിരുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം മുൻപ് അദ്ദേഹം ഈ വെടിനിർത്തൽ സംബന്ധിച്ച് ഇറാന് ഒരു ഡേറ്റ് കൊടുത്തിരുന്നു. ഒരു ഫൈനൽ ഡേറ്റ് എല്ലാ തവണയും കൊടുക്കുന്ന ഒരു രീതി ട്രംപിനുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഇറാനുമായി നിശ്ചയിച്ചിരുന്ന 2 ആഴ്ചത്തെ വെടിനിർത്തൽ പരിധിയാണ് US സമയം ഇന്ന് വൈകിട്ട് 5 മണിയോടെ അവസാനിക്കാനിരുന്നത്. അപ്പോഴാണ് ട്രംപ് ഇപ്പോൾ വീണ്ടും വെടിനിർത്തൽ അത് നീട്ടി നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു അന്തിമ ഡേറ്റ് തീരുമാനിക്കാതെ ട്രംപ് നിലവിൽ തൻ്റെ ട്രൂ സോഷ്യൽ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇറാനുമായി ഒരു സമാധാന കരാർ ഉണ്ടാകും വരെ, ഈ ചർച്ചകൾ പൂർത്തിയാകും വരെ വെടിനിർത്തൽ ഉണ്ടായിരിക്കും, വെടിനിർത്തൽ അത് ആക്റ്റീവായിരിക്കും എന്നതാണ് ട്രംപ് പുതിയ ട്രൂ സോഷ്യൽ പോസ്റ്റ് വഴി വ്യക്തമാക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, ട്രംപ് അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത് ഇറാനിലെ ഉന്നത നേതാക്കൾക്കിടയിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീറിൻ്റെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫിൻ്റെയും നിർദ്ദേശം പാലിച്ചുകൊണ്ട് താൻ നിലവിൽ ഈ വെടിനിർത്തൽ കാലയളവ് അത് നീട്ടി നൽകുന്നു എന്നാണ് ട്രംപ് ഈ പോസ്റ്റിലൂടെ അവകാശപ്പെട്ടിരിക്കുന്നത്. ഇറാൻ ഈ അഭിപ്രായ ഭിന്നതകളെല്ലാം പരിഹരിച്ച് ഏകീകൃതമായിട്ടുള്ള ഒരു കരാർ US-ന് മുന്നിൽ അവതരിപ്പിക്കട്ടെ, അത് ഞങ്ങൾ പരിഗണിക്കും. അങ്ങനെ ചർച്ച പൂർത്തിയാകുന്നത് വരെ ഈ വെടിനിർത്തൽ അത് ഫലപ്രദമായി ഉണ്ടാകും എന്ന് ട്രംപ് പറയുന്നു. അതുമാത്രമല്ല, നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഉപരോധം തുടരുമെന്നും ട്രംപ് ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുവരെ US സൈന്യം ഏതു തരത്തിലുള്ള ആക്രമണത്തെ നേരിടാൻ സജ്ജമായിരിക്കുമെന്നും ട്രംപ് ഈ പോസ്റ്റിലൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിനിടെയാണ് ഇതിന് ഇപ്പോൾ ഒരു മറുപടി എന്നോണമാണ് ഇറാൻ UN-ൽ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായി തുറക്കുന്നത് അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാണ്
തയ്യാറാവുക US ഈ ഹോർമുസിലുള്ള ഉപരോധം അവസാനിപ്പിക്കുമ്പോൾ അല്ല, മാത്രം. അത് നേരത്തെ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. നേരത്തെ ഇറാന്റെ നേതാക്കൾ പറഞ്ഞിരുന്നത് ഹോർമുസിലെ ഉപരോധം പിൻവലിക്കാതെ യാതൊരു ചർച്ചയ്ക്കുമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം അജയ്, ഒരു തരത്തിലുമുള്ള അമേരിക്കയുടെ ആവശ്യങ്ങളും ഇറാൻ അംഗീകരിച്ചിട്ടില്ല. അതായത് ചർച്ചയ്ക്ക് ഇറാൻ തുനിയണമെങ്കിൽ ഹോർമുസിലെ ഉപരോധം പിൻവലിക്കണമെന്ന് പറയുന്നു. അപ്പോൾ യാതൊരു കോംപ്രമൈസ് ടോക്കും നടക്കാതെ അമേരിക്കയുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ ന്യൂക്ലിയർ സമ്പുഷ്ടീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാതെ വെടിനിർത്തൽ കരാർ നീട്ടേണ്ടി വന്ന ഒരു ഗതികേടാണ് ഇപ്പോൾ ട്രംപിന് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു ആവശ്യങ്ങളും ഇറാൻ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, നിലവിൽ ഇറാൻ ആവശ്യപ്പെടുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം അമേരിക്ക അവസാനിപ്പിച്ചാൽ മാത്രമേ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നതാണ്. ഇപ്പോൾ ഇതിന് മറുപടി എന്നോണം ട്രംപിന്റെ മറ്റൊരു ട്രൂ സോഷ്യൽ പോസ്റ്റും ഇപ്പോൾ കുറച്ചു മുൻപേ വന്നിട്ടുണ്ട്. അതിൽ ട്രംപ് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്ന് പറയുന്നത് ഇറാന്റെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ അവർക്ക് പ്രതിദിനം $500 മില്യൺ കച്ചവടം ഹോർമുസ് കടലെടുക്ക് വഴി നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അമേരിക്ക ഹോർമുസ് കടലെടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ അവർക്ക് വലിയ നഷ്ടം ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഈ നഷ്ടത്തിൽ നിന്ന് ഇറാന്റെ മുഖം രക്ഷിക്കാനാണ് ഇറാൻ ഹോർമുസ് കടലെടുക്ക് അടച്ചു എന്നൊരു അവകാശവാദം അവർ ഉന്നയിക്കുന്നത്. പക്ഷേ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചിലർ തന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇറാൻ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തുറന്നു എന്നുള്ള വാർത്തയാണ്. പക്ഷേ US-ന് നിലവിൽ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കാൻ നിർവാഹമില്ല എന്നാണ് ട്രംപ് ഈ പോസ്റ്റിൽ പറയുന്നത്. അതിന് അദ്ദേഹം ന്യായീകരണമായി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് US എപ്പോൾ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കുന്നുവോ അപ്പോൾ ഇറാൻ തങ്ങൾ ഇപ്പോൾ US-ഉമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീലിൽ നിന്ന് പിന്മാറും എന്നതാണ് ട്രംപ് അവകാശപ്പെടുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് തങ്ങൾ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കാത്തത്. ഇത്തരത്തിൽ തങ്ങൾ ഉപരോധം അവസാനിപ്പിച്ച് ഇറാൻ ഡീലിൽ നിന്ന് പിന്മാറിയാൽ അവരെ പിന്നീട് അനുനയിപ്പിക്കാൻ വേണ്ടി ഇറാനുള്ളിൽ തുടർച്ചയായ ബോംബ് വർഷം നടത്തേണ്ടിയും അതുപോലെ അവരുടെ നേതാക്കളെ വധിക്കേണ്ടതായിട്ടും വരും. ഇത്തരമൊരു അവസ്ഥയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് US ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്നതാണ് ട്രംപിന്റെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി ഇതിന് ട്രംപിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അബ്ബാസ് അറക്ചി പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലെ US-ന്റെ ഉപരോധം അതൊരു ആക്ട് ഓഫ് വാർ ആണെന്നാണ് അബ്ബാസ് അറക്ചി വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഭീഷണികൾക്കും വെല്ലുവിളികൾക്കും കൃത്യമായ മറുപടി നൽകാൻ ഇറാന് അറിയാം എന്നൊരു മുന്നറിയിപ്പ് കൂടി അബ്ബാസ് അറക്ചി നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പരസ്പരമുള്ള വാഗ്വാദങ്ങൾ, വെല്ലുവിളികൾ എല്ലാം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിൽ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ വെടിനിർത്തൽ കാലയളവ് നീട്ടിയത് മാത്രമാണ്. പക്ഷേ ഇവിടെയാണ് ഒരു ആശ്വാസമുള്ളത്. പക്ഷേ എത്ര നാൾ ഉണ്ടാകുമുള്ളത് കാത്തിരുന്ന് കാണണം. ഇതിനിടയിൽ ട്രംപിന്റെ പ്രസ്താവനയായി അജയ് വന്നത് കൂടുതൽ സമയം നൽകാനാണ്, ഇറാന് കൂടുതൽ സമയം നൽകാനാണ് തന്റെ തീരുമാനം എന്നും മറ്റും ട്രംപ് ട്രൂ സോഷ്യൽ കുറിക്കുകയാണ്. നാവിക ഉപരോധം തുടരുമെന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ട്രംപ് വ്യക്തമാക്കുന്നത് നാവിക ഉപരോധം തുടരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം ഇറാനിയൻ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ചകൾ തകരാൻ കാരണം എന്നുള്ള ഒരു പ്രസ്താവന കൂടി ട്രംപിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. പാകിസ്ഥാൻ നേതാക്കളാണ് ചർച്ചകൾ നീട്ടാൻ ആവശ്യപ്പെട്ടത്. ഇറാൻ സർക്കാർ ഗുരുതരമായി ഭിന്നിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ നീട്ടണമെന്ന് പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസിം മുനീർ, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർ അഭ്യർത്ഥിച്ചു. അതിനാൽ ഇറാന്റെ നേതാക്കൾക്കും പ്രതിനിധികൾക്കും ഒരു ഏകീകൃത നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ കഴിയുന്നതുവരെ ആക്രമണം നിർത്തിവെക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇറാനിലെ ആഭ്യന്തര സംഘർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ട്രംപ് കാണുന്നുണ്ട്. ഒപ്പം അത്തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇറാനിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും ഇറാനുമായി ബന്ധപ്പെട്ട് നേതാക്കൾ തമ്മിൽ ഭിന്നതയുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഹോർമുസ് തുറന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇത്തരം ഭിന്നതകൾ ഉണ്ടായിരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ആ ഭിന്നത ഉണ്ടാകുന്നത് ഹോർമുസ് തുറന്നതുമായി പ്രഖ്യാപിക്കുന്ന അബ്ബാസ് അറക്ചിയാണ്. പക്ഷേ അതിനെതിരെ അവിടുത്തെ മാധ്യമങ്ങളും മുതിർന്ന നേതാക്കളുമൊക്കെ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസം പങ്കുവച്ചിരുന്നു. ശത്രുരാജ്യത്തിന് കീഴടങ്ങിയാണ് എന്നുള്ള തരത്തിലാണ് അന്ന് നിരീക്ഷണങ്ങൾ വന്നിരുന്നത്. മൊസ്ദബയുടെ പിടി അയയുന്നു. നമുക്കറിയാം മൊസ്ദബ ഖമനേയി അവരുടെ പുതിയ പരമോന്നത നേതാവിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ പ്രയാസകരമായ രീതിയിലാണ്, റഷ്യയിൽ ചികിത്സയിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. മൊസ്ദബയ്ക്ക് ഇപ്പോൾ ഈ ഇറാൻ്റെ ഭരണ നേതൃത്വത്തിൽ ഉറച്ച തോതിലുള്ള പിടിയില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഉറച്ച നേതൃത്വമില്ലാത്തത് ഇറാന് പല കാര്യങ്ങളിലും വിനയാകുന്നു. അതാണ് ട്രംപിൻ്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അജയ്, അതൊരു പ്രധാന പ്രശ്നമാണല്ലോ. യുദ്ധമുനമ്പിൽ നിൽക്കുമ്പോഴും കൃത്യമായ നേതൃത്വമില്ലാത്ത ഒരു രാജ്യമായി ഇറാൻ മാറുകയാണോ?
രഞ്ജിത്ത്, ഇപ്പോൾ ഇറാന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ തമ്മിൽ പലതരം അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്നത് പലതരം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ്. കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ ചില സൂചനകളുണ്ടായിരുന്നു. അതായത് ഈ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുന്നു എന്ന പ്രസ്താവന പുറത്തു വന്നതിന് ശേഷം ഇറാന്റെ മുതിർന്ന നേതാക്കളിൽ പലരും പരസ്യമായ പ്രതികരണത്തിനൊന്നും തന്നെ തയ്യാറായിരുന്നില്ല. അതിപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി ആണെങ്കിലും അതുപോലെ അവരുടെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് ആണെങ്കിലും അവരൊന്നും തന്നെ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അബ്ബാസ് അറക്ചിക്ക് പകരം പലപ്പോഴും അവരുടെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയിയാണ് ആ സമയത്ത് പല പൊതുവായിട്ടുള്ള പ്രതികരണങ്ങളും നടത്തിയിരുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ തന്നെ ഇറാന്റെ നേതൃനിരയിൽ പലതരം അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്ന് വ്യാഖ്യാനിക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. പല മാധ്യമ റിപ്പോർട്ടുകളും ഇതിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് US നിലവിൽ ചൂണ്ടിക്കാട്ടുന്നത്. ട്രംപ് തന്റെ പോസ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ തന്റെ ഒരു വെടിനിർത്തൽ നീട്ടിവെക്കാനുള്ള തീരുമാനത്തെ ന്യായീകരിക്കാനുള്ള കാരണമായിട്ട് എടുത്തു കാണിക്കുന്നതും ഈ അഭിപ്രായ ഭിന്നതകളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ്. ട്രംപ് ഇക്കാര്യം തന്റെ പോസ്റ്റിലൂടെ എടുത്ത് സൂചിപ്പിക്കുന്നതിന് മുൻപ് തന്നെ പലതരം റിപ്പോർട്ടുകൾ ഇതിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതേ കാര്യം തന്നെ, അതായത് ഇത്തരം അഭ്യൂഹങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ നമുക്ക് പൊതുവായിട്ട് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഹോർമുസ് വിഷയത്തിൽ ഉൾപ്പെടെ പല നേതാക്കളും പ്രതികരിക്കാത്തതും, അതുപോലെ അമേരിക്കൻ ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിൽ മുതിർന്ന നേതാക്കളുടെ ഒരു സമ്മർദ്ദം കാരണം തന്നെയാണ് ഹോർമുസ് വീണ്ടും അടയ്ക്കാൻ തീരുമാനിച്ചത് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. കാരണം ഈ വീണ്ടും ആക്രമണം ആരംഭിക്കും എന്നുള്ള മുന്നറിയിപ്പ് ആദ്യം നൽകുന്നത് മുഹമ്മദ് ബാഖർ ഖാലിബാഫാണ്. ഈ ഹോർമുസ് തുറക്കുന്ന വിഷയത്തിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നടന്ന ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങളെ സംബന്ധിച്ചോ ഇവരുടെ ഭാഗത്തു നിന്നൊന്നും തന്നെ യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിരുന്നില്ല. ഇസ്മായിൽ ബഗേയിയാണ് ആ സമയത്തൊക്കെ പ്രതികരിച്ചത്. പിന്നീട് ഈ ആക്രമണങ്ങൾ പുനരാരംഭിക്കുന്ന സമയത്ത് മാത്രം ഇത്തരമൊരു പ്രതികരണം നടത്തിയത് അത് ഈ നേതൃനിരയിലെ അസ്വാരസ്യങ്ങളാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് പരക്കെയുള്ളത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പലതരം ഇത്തരം അഭ്യൂഹങ്ങൾ, മാധ്യമ റിപ്പോർട്ടുകളിലൂടെ വന്ന കാര്യങ്ങൾ, ഇത് ട്രംപ് തൻ്റെ പോസ്റ്റിലെടുത്ത് ഉപയോഗിച്ചതിന് ശേഷം അവരുടെ നേതൃനിരയിൽ ഒരു സമവായം ഉണ്ടാകട്ടെ, അതിനുശേഷം ഏകീകൃതമായിട്ടുള്ള ഒരു തീരുമാനം, ഒരു ഡീലിനുള്ള പ്രപ്പോസൽ അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിക്കട്ടെ, അതിനുശേഷം തങ്ങൾ തീരുമാനമെടുക്കാം എന്നതാണ് അമേരിക്കയുടെ നിലവിലെ നിലപാട്. പക്ഷേ ഇതിലെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു കാലയളവ് നിശ്ചയിച്ചിട്ടില്ല. ഈ കാലയളവ് നിശ്ചയിക്കാത്തതിനാൽ തന്നെ ഇറാൻ ഒരു തീരുമാനം അറിയിക്കാത്തിടത്തോളം കാലം അമേരിക്കയ്ക്ക് കാത്തിരിക്കേണ്ടി വരും എന്നത് പ്രധാനപ്പെട്ട വസ്തുതയാണ്. അമേരിക്കയുമായി ബന്ധപ്പെട്ട ഈ ട്രംപ് ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും എത്ര നാൾ ഈ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ട്രംപിനും വ്യക്തതയില്ല, ഇറാനുമായി ബന്ധപ്പെട്ട ഉറപ്പും കിട്ടിയിട്ടില്ല. അപ്പോൾ അനിശ്ചിതകാലത്തേക്ക് ഒരു പക്ഷേ ഈ വെടിനിർത്തൽ നീണ്ടേക്കാം. പക്ഷേ ഹോർമുസിലെ ഉപരോധം അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചൈന അടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും അത്തരം ഇടപെടൽ കൂടി പ്രതീക്ഷിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്, ഇറാൻ്റെ ഒരു കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തിരുന്നു. അത് വെടിവെക്കുകയും അതിന് പരിക്കേൽക്കുകയും, കപ്പലിന് ട്രംപിൻ്റെ പ്രഖ്യാപനം ഞങ്ങൾ കപ്പലിൻ്റെ ക്യാബിൻ തുളച്ചു എന്നൊക്കെയായിരുന്നു. അത്തരത്തിൽ ഒരു കപ്പൽ പിടിച്ചെടുത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു പുതിയ വിവരം പുറത്തു വരുന്നത്, ഈ കപ്പലുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകളുണ്ട്. MV ടൗസ്ക എന്ന് പറയുന്നത് വെറും ഒരു ചരക്ക് കപ്പൽ മാത്രമല്ല, മിസൈൽ നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ ചൈന ഇറാന് നൽകുന്നുണ്ട്. ആ സാമഗ്രികളുമായി പശ്ചിമേഷ്യയിലേക്ക് വന്ന കപ്പലാണ് എന്നാണ് ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒന്ന്. ചൈനയുടെ പങ്ക് ഇതോടുകൂടി ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചയാവുകയാണ്. പലപ്പോഴും ഒരു മധ്യസ്ഥൻ്റെ റോള് ചൈന വഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ ചില നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. പരോക്ഷമായി ചില പിന്തുണകൾ ഇറാൻ ലഭിക്കുന്നുണ്ട് എന്ന കാര്യം കൃത്യമാണ്. കാരണം ഇറാനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു രാജ്യമാണ്. സൈനിക തലത്തിൽ സഹകരണമുണ്ട്, നയതന്ത്ര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകളുണ്ട്. ഓയിൽ, ഒരുപക്ഷെ ഇറാൻ്റെ ഓയിൽ ഏറ്റവും അധികം വാങ്ങുന്ന ഒരു രാജ്യം ചൈനയാണ്. സ്വാഭാവികമായും ചൈനയ്ക്ക് ഇറാനെ കൈവിടാനാവില്ല. അപ്പോൾ ചൈനീസ് നിർമ്മിത മിസൈലുകളുടെ ഉപയോഗം ഇറാൻ നടത്തുന്നുണ്ട് എന്നും ഗൾഫ് രാജ്യങ്ങളിലടക്കം വീണ ഇറാൻ്റെ മിസൈലുകളിൽ ചൈനയുടെ മുദ്രയുണ്ട് എന്നുമൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ അമേരിക്കയുടെ റിപ്പബ്ലിക്കൻ നേതാവ് നിക്കി ഹേലി എക്സിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിൽ ഒരു നയതന്ത്ര ബോംബായിരുന്നു ഇത്, ചൈന ഇറാനെ പിന്തുണയ്ക്കുന്നു, ഇത് അവഗണിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് എന്നൊക്കെ വ്യക്തമാക്കുകയാണ്. ഇതിപ്പോൾ നേരത്തെ നമ്മൾ ഇത്തരം MV ടൗസ്കയുമായി ബന്ധപ്പെട്ടാണ്, ഇത് വെറും ചരക്ക് വാഹനമല്ല, മറിച്ച് ലോക സമാധാനം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ നിഗൂഢതയുടെ തെളിവാണ് എന്നാണ് US റിപ്പബ്ലിക്കൻ നേതാവിൻ്റെ ആരോപണം. പക്ഷേ ഔദ്യോഗികമായി അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇറാൻ ചൈന ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ആരും അജയ്, പക്ഷേ അപ്പോഴും നേരത്തെ ഉണ്ടായ ചില ആക്ഷേപങ്ങൾ, ദുരൂഹതകൾ ചൈന പരസ്യമായി സമ്മതിച്ചിട്ടില്ല എങ്കിൽ പോലും കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾക്ക് തെളിവുകൾ അമേരിക്ക കിട്ടുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. രഞ്ജിത്ത്, ഇപ്പോൾ ഈ MV ടൗസ്ക എന്ന് പറയുന്ന ഇറാന്റെ 900 അടി നീളമുള്ള ഈ ചരക്ക് കപ്പൽ ഇപ്പോഴും ഒരു ദുരൂഹതയായി തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഇതിന്റെ മറ്റ് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ ചരക്ക് കപ്പൽ എവിടേക്ക് പോവുകയായിരുന്നു, എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്, ഈ ക്യാബിനകത്ത് നിന്ന് മറ്റ് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നില്ല. ഇറാനും തങ്ങളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള പ്രതികരണം ഈ MV ടൗസ്കയെ പറ്റി നടത്തിയിരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ഒരു പുകമറ ഈ കപ്പലിനെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ ഈ കപ്പൽ എവിടെയാണ്, അതിന് എന്ത് സംബന്ധിച്ചു എന്ന് പോലും കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചില സിദ്ധാന്തങ്ങൾ, തിയറികൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത്. ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള നിക്കി ഹേലിയാണ് ഇപ്പോൾ ഈ ചൈനീസ് വാദം എടുത്ത് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇത് വലിയ തരത്തിലുള്ള ചർച്ച കൂടിയായിരിക്കുകയാണ്. അതായത് ഈ ഒരു കപ്പൽ, അത് കപ്പലിലൂടെ വന്നിരിക്കുന്നത് ഈ മിസൈൽ ഉണ്ടാക്കാനുള്ള വെടിമരുന്നുകളും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും ഒക്കെയാണ് ഈ വന്നിരുന്നത്. ഇതിലൂടെ ചൈന ഇറാനെ പരോക്ഷമായി പിന്തുണയ്ക്കുകയാണ്. ഈ ചൈനയും ഇറാനും തമ്മിൽ ഈ യുദ്ധത്തിൽ കൃത്യമായിട്ടുള്ള പങ്ക് ഉണ്ട് എന്നതിന് ഇതിനേക്കാൾ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് എന്നെല്ലാമാണ് നിക്കി ഹേലി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ എക്സ് വഴി ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കപ്പലിന് ചൈനീസ് ബന്ധമുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഈ കപ്പൽ എടുത്ത സെൻട്രൽ കമാൻഡോ അല്ലെങ്കിൽ US പ്രസിഡന്റായിട്ടുള്ള ട്രംപോ ഈ നിലവിൽ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല. ഈ കപ്പലിന് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായ സൂചന നൽകാനും ട്രംപ് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ ചൈനീസ് ആരോപണം കൂടി വന്ന സ്ഥിതിക്ക് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ ഈ US ആർമി പുറത്തുവിടും എന്നാണ് നിഗമനം. ശരി, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നേരിട്ട് ഇടപെടുന്നു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഇതൊരു അന്താരാഷ്ട്ര ജലപാതയാണ് ഈ കടലിടുക്ക് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇറാനോ അമേരിക്കയ്ക്കോ മാത്രം ഈ തരത്തിൽ നിയന്ത്രിക്കാവുന്ന ഒന്നായി ഇതിനെ കാണരുത് എന്നാണ് ഇപ്പോൾ ഷീ ജിൻപിങ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ഇടപെടലുകൾ ഇനി ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും, വെടിനിർത്തൽ കരാർ തുടർന്നാൽ പോലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ഷീ ജിൻ ഫോൺ സംഭാഷണം നടത്തി ഈ നിലപാട് വ്യക്തമാക്കി. ഹോർമുസ് ഉപരോധത്തിന് ശേഷം ഷീ ജിൻ നടത്തുന്ന ആദ്യ പ്രതികരണമാണിത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഹോർമുസ് ഉപരോധം കാരണം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം വലിയ തോതിൽ ചൈനയുടെ ഓയിൽ ഉപയോഗത്തിൻ്റെ വലിയ തോതിലുള്ള എണ്ണ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഹോർമുസിലൂടെയാണ് വരുന്നത്. പക്ഷേ അതാണ് ആഗോള താല്പര്യങ്ങൾക്ക് ഹോർമുസ് കടലിടുക്ക് തുറന്നിടേണ്ടത് അത്യാവശ്യമാണെന്ന് ഷീ ജിൻപിങ് പറയുന്നത്. ഉപരോധത്തിൻ്റെ കാര്യത്തിൽ ഇറാനെയോ അമേരിക്കയോ നേരിട്ട് കുറ്റപ്പെടുത്താതെ ചർച്ചകളിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന ആവശ്യം ഷീ ജിൻപിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇറാനിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ പ്രതിസന്ധി കൂടിയാണ് ഈ ഷീ ജിൻപിങ്ങിൻ്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഹോർമുസിലെ ഉപരോധം അത് ഗൾഫ് രാജ്യങ്ങളെയും വലിയ തോതിൽ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. ഹോർമുസിന് പകരം വഴികൾ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഒരു പ്ലാൻ ബി ആണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സുരക്ഷാ ഭീഷണിയും ഗതാഗത തടസ്സങ്ങളും മറ്റും കണക്കിലെടുത്ത് പൈപ്പ് ലൈനുകളിലൂടെയും പുതിയ കരമാർഗങ്ങളിലൂടെയും വഴി എണ്ണ അതാത് രാജ്യങ്ങൾക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ UAEയും സൗദിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. ആഗോള എണ്ണ വിപണിയെയും ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും ഒക്കെ ഹോർമുസ് ഉപരോധം ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിനുള്ള ബദൽ സംവിധാനങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ആലോചിക്കുന്നത്. ഉദാഹരണമായി ഇപ്പോൾ ഇറാഖ് സിറിയ അതിർത്തി തുറന്നുകൊടുത്തു. ഇറാഖും സിറിയയും തമ്മിലുള്ള പ്രധാന അതിർത്തി കവാടമായ റാബിയ വീണ്ടും തുറന്ന് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. സിറിയ യുദ്ധത്തെ തുടർന്നാണ് ഈ പാത അടച്ചത്. ഇപ്പോൾ എണ്ണക്കടത്തിന് സുരക്ഷിതമായ ഒരു കരമാർഗമായി ഈ റാബിയ മേഖല ഇപ്പോൾ വികസിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റു ചില പൈപ്പ് ലൈൻ പദ്ധതികൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യ പേർഷ്യൻ ഗൾഫിന് സമീപമുള്ള എണ്ണപ്പാടങ്ങളിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള യാംബു തുറമുഖത്തോടെ നീളുന്ന ഒരു 1200 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ അബുദാബിയിലെ ഹബ്ഷാൻ എണ്ണപ്പാടത്തെ ഒമാൻ ഉൾക്കടലിലെ ഫുജൈറ തുറമുഖ
യുദ്ധവുമായി ബന്ധപ്പെടുത്തുന്ന ACDOP പൈപ്പ് ലൈൻ എന്നിങ്ങനെ നിരവധി പൈപ്പ് ലൈനുകൾ കൂടി നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എണ്ണയുടെ നീക്കത്തിനുള്ള സുഗമമായ മാർഗങ്ങൾ തേടുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. കാരണം പുതിയ ലോകക്രമത്തിൽ സാഹചര്യത്തിൽ ഇത്തരം ബദൽ മാർഗങ്ങൾ വേണം. അതിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് അല്ലെങ്കിൽ ആവശ്യമുള്ളത് ഗൾഫ് രാജ്യങ്ങൾക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അമേരിക്ക ഇറാൻ സംഘർഷം ഇങ്ങനെ തുടരുന്നതിനിടയിൽ റഷ്യ യുക്രൈൻ യുദ്ധം 5ാം വർഷത്തിലേക്ക് കടക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. നമുക്കറിയാം, വളരെ പെട്ടെന്ന് 3-4 മാസങ്ങൾ കൊണ്ട് യുക്രൈനെ അവസാനിപ്പിക്കും, അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കും എന്നായിരുന്നു വ്ളാഡിമിർ പുടിൻ്റെ വെല്ലുവിളി. പക്ഷേ ഇപ്പോൾ ഈ 5ാം വർഷം കടക്കുമ്പോഴും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ, പ്രതിരോധം നേരിടുകയാണ് റഷ്യ യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ്. 2022 ഫെബ്രുവരി 24 റഷ്യ യുക്രൈനെതിരെ പ്രത്യേക സൈന്യ നടപടി പ്രഖ്യാപിക്കുന്നത്. കീവ് ഉടൻ വീഴുമെന്നും പുടിൻ വിചാരിച്ചതുപോലെ ഒരു ഭരണമാറ്റം സാധ്യമാകുമെന്നുമൊക്കെയാണ് ലോകം കരുതിയിരുന്നത്. എന്നാൽ ഈ 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റിയിരിക്കുകയാണ്. റഷ്യയ്ക്ക് ദിവസം 8,000 കോടി രൂപയാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചിലവ് വരുന്നത് എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് എത്ര കോടി രൂപ റഷ്യയ്ക്ക് ചിലവായി എന്നുള്ളത് ഒന്ന് കണക്ക് കൂട്ടി നോക്കണം. 5 ലക്ഷത്തിലധികം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള കണക്ക് അതിഗുരുതരമായ, അതീവ ഗൗരവതരമായി കാണേണ്ടതാണ്. മറ്റൊന്ന്, സാമ്പത്തിക ഉപരോധങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയ്ക്ക് ഏർപ്പെടുത്തിയിരുന്നു. അത് റഷ്യയെ വലിയ തോതിൽ ബാധിക്കുന്ന പശ്ചാത്തലമുണ്ടായി. സൈനിക ഉപകരണങ്ങളുടെ വലിയൊരു ശേഖരം നശിപ്പിക്കപ്പെട്ടു. അതായത് 11,884-ലധികം ടാങ്കറുകൾ, അതിനൊക്കെ എത്ര കോടി രൂപ വില വരും എന്ന് നമ്മൾ ആലോചിക്കണം. 435 വിമാനങ്ങൾ തകർന്നു വീഴുന്നു, കപ്പലുകൾ, ബോട്ടുകൾ ഒക്കെ നശിക്കുന്നു. പലപ്പോഴും യുദ്ധതന്ത്രങ്ങൾ പിഴയ്ക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. റഷ്യൻ ടാങ്കറുകൾ വലിയ തോതിൽ നഷ്ടപ്പെടുന്നുണ്ട്. റഷ്യയുടെ ഭൗതിക സാഹചര്യങ്ങൾ, റോഡടക്കമുള്ള സംവിധാനങ്ങൾ ആക്രമിക്കാൻ യുക്രൈൻ തയ്യാറാവുകയും ഇത് വലിയ തോതിൽ റഷ്യയ്ക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു. അതായത് റഷ്യൻ സൈന്യത്തിൻ്റെ പല വിധത്തിലുള്ള യുദ്ധോപകരണങ്ങൾ നശിക്കുന്നു. റഷ്യയുടെ വലിയ സാമ്പത്തിക മേഖല തകർന്ന സാഹചര്യമുണ്ടായിരുന്നു. റഷ്യയുടെ വ്യോമഗതാഗതം പൂർണ്ണമായും താറുമാറാകുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ റഷ്യ ആരംഭിച്ച ഒരു യുദ്ധത്തിൽ ട്രംപിനെ പോലെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു നേതാവായി ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ മാറുന്ന പശ്ചാത്തലത്തെ ഏറെ ഗൗരവത്തോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. അതായത് ഏകദേശം $340 ബില്യൺ, 28 ലക്ഷം കോടി രൂപ മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് റഷ്യയുടേത് യുദ്ധത്തിൻ്റെ സ്ഥിതിയെ തുടർന്ന്. റഷ്യയുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ ഇടിവുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. GDP കുറയുന്നു. അങ്ങനെ പണപ്പെരുപ്പം വർദ്ധിക്കുന്നു. അങ്ങനെ ആകപ്പാടെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിക്കുന്ന ഒരു രാജ്യമായി റഷ്യ മാറുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയായ ആപ്പിളിനെ നയിച്ച CEO ടിം കുക്ക് 15 വർഷത്തോളമാണ് ആപ്പിളിനെ നയിക്കുകയും മറ്റും ചെയ്തത്. CEO പദവി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒഴിഞ്ഞത് വലിയ വാർത്തയായിരുന്നു. കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി തുടരും എന്ന് മാത്രമാണ് ഇപ്പോൾ ടിം കുക്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. 2011 ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പിന്മാറിയ സ്റ്റീവ് ജോബ്സിന് പിന്മുറക്കാരനായിട്ടാണ് ടിം കുക്ക് കമ്പനിയിലേക്ക് എത്തിയത്. അതിനുശേഷം ആപ്പിളിനെ ലോകത്തിലെ ഏറ്റവും വിലമതിക്കുന്ന കമ്പനികളിൽ ഒന്നാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു ടീം ലീഡർ കൂടിയായി അദ്ദേഹം മാറുകയാണ്. നമുക്കറിയാം, ആപ്പിൾ ഫോണുകൾ ഇന്ന് ലോകത്ത് എത്രയോ നിർണായകമായി മാറിയിട്ടുണ്ട് എന്നുള്ളത്. ആപ്പിൾ ഫോണുകൾ കയ്യിൽ വെക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അഭിമാനമായി കാണുന്ന ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും ലോകക്രമത്തിലുണ്ട്. ഈ ടിം കുക്കിൻ്റെ ആസ്തിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വരുന്നത് $2.9 ബില്യൺ ആസ്തി ഇപ്പോൾ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ മേജറും ആപ്പിൾ കമ്പനിയുടെ ഷെയറുമായി ബന്ധപ്പെട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ ആസ്തിയാണ്.
വലിയ ഭാഗം ഷെയർ ആപ്പിൾ കമ്പനിയിൽ ഇദ്ദേഹത്തിനുണ്ട്. അതുമാത്രമല്ല, ആപ്പിൾ കമ്പനിയുടെ മൂല്യം $1 ട്രില്യൺ എത്തിച്ചതിൽ ടിം കുക്കിൻ്റെ മിടുക്ക് വലിയ ഭാഗമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. 3 മില്യണിൽ കൂടുതൽ ഓഹരികൾ ടിം കുക്കിൻ്റെ കൈവശമുണ്ട് എന്നാണ് കണക്ക്. കമ്പനിയിലെ വിഹിതം അതേസമയം 1% താഴെ മാത്രമാണ് എങ്കിൽ പോലും ഇതുവരെ $1 ബില്യൺ ഓഹരികൾ അദ്ദേഹം വിറ്റിട്ടുണ്ട് എന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. 3 പതിറ്റാണ്ടോളമായി ടിം കുക്ക് ആപ്പിളിനൊപ്പമുണ്ട്. 88 അദ്ദേഹം ഈ ആപ്പിളിൻ്റെ ഭാഗമായി മാറുന്നു. അതിനുശേഷം 2011 തലപ്പത്തെത്തുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മിടുക്കും കഴിവും കൊണ്ട് കമ്പനിയെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയായി മാറ്റുന്നു. ആപ്പിളിൻ്റെ മാർക്കറ്റ് മൂല്യം $350 ബില്യൺ നിന്ന് ഏകദേശം $4 ട്രില്യൺ വരെ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ടിം കുക്കായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ടിം കുക്ക് ഇതിൻ്റെ ഭാഗമായി തുടരുമെങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ CEO സ്ഥാനത്ത് അദ്ദേഹം ഒഴിഞ്ഞുപോയത് ലോകത്ത് ടെക്കുകൾക്കിടയിൽ വലിയ വാർത്തയായിരുന്നു. നന്ദഗോവിന്ദം ഭജൻസിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചയാണ്. ക്ഷേത്രമുറ്റത്ത് അവർ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നത് സംഘപരിവാർ ഹാൻഡിലുകളുടെ ഭാഗത്തു നിന്നാണ്. ഇതിന് നന്ദഗോവിന്ദൻ ഭജൻസ് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. സംഘത്തിലെ കലാകാരന്മാരിൽ ഒരാളായ നവീൻ മോഹൻ തൻ്റെ FB പോസ്റ്റിലൂടെയാണ് ഈ മറുപടി നൽകിയിരിക്കുന്നത്. ഞങ്ങൾ ഒരു പരിധിയും ലംഘിച്ചിട്ടില്ല, അങ്ങനെ ഒരു പരിധി ഞങ്ങൾ കണ്ടിരുന്നില്ല എന്നാണ് നന്ദഗോവിന്ദൻ ഭജൻസ് വ്യക്തമാക്കുന്നത്. പേരുകൾക്കപ്പുറം ഭക്തി ഒഴുകുന്ന ഞങ്ങളുടെ മണ്ണാണിത് എന്നായിരുന്നു നവീൻ്റെ കുറിപ്പായി FBയിൽ ഇപ്പോൾ വരുന്നത്. നാമരൂപങ്ങൾക്കപ്പുറം വലിയൊരു അർത്ഥമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നാണ് സോഷ്യൽ മീഡിയ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. ഈ ഗാനം ആലപിക്കുന്നതിന് മുൻപ് തന്നെ ആ പ്രദേശത്തെ ക്ഷേത്രവും പള്ളിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നന്ദഗോവിന്ദ ഭജൻ സംഘം വിശദീകരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ ദേശവിളക്ക് സമയത്ത് പള്ളിയിലും വിളക്ക് തെളിയിക്കാറുണ്ട് എന്നതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അവർ അത്തരത്തിലുള്ള ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് കൂടി പാടിയത്. ഇതിനെതിരെ KP ശശികല അടക്കമുള്ള നേതാക്കൾ, ഹിന്ദു നേതാക്കൾ അല്ലെങ്കിൽ സംഘപരിവാർ നേതാക്കളായ നിരവധി ആളുകൾ നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ ഇതിനെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. RSS നേതാവ് വിദ്യാസാഗർ ഗുരുമൂർത്തിയും വലിയ വിമർശനം ഉന്നയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ക്ഷേത്രവേദികൾ ക്രിസ്ത്യൻ ഗാനങ്ങൾ പാടാൻ ഉപയോഗിക്കരുത് എന്നും മറ്റുമായിരുന്നു ഇവരുടെ വിമർശനവും പരാമർശവും മറ്റും. പക്ഷേ ഇത് കുന്തിരിക്കം ഭജൻസ് എന്നൊക്കെ നന്ദഗോവിന്ദൻ ഭജൻസിനെ കുറ്റപ്പെടുത്തുന്ന പശ്ചാത്തലമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. നമുക്ക് ഓർമ്മയുണ്ട്, കോട്ടയം നട്ടാശ്ശേരി വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭജന അവതരിപ്പിക്കുന്നതിനിടയിലാണ് ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം നന്ദഗോവിന്ദൻ ഭജൻസ് ആലപിക്കുകയും അത് ഒരു വിഭാഗത്തിൻ്റെ വിമർശനത്തിന് ഇടയാവുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് 1 വർഷം തികയുകയാണ്. 26 സാധാരണക്കാരുടെ ഭാരതീയരുടെ ജീവൻ പാക് ഭീകരരുടെ വെടിയുണ്ടകൾ കവർന്ന ദിവസം. ബൈസൺ താഴ്വരയിലുണ്ടായ ആക്രമണത്തിൽ കൊച്ചി സ്വദേശി രാമേന്ദ്രൻ്റെ അടക്കം ജീവൻ നഷ്ടപ്പെട്ടത് നമ്മൾ ഞെട്ടലോടെയാണ് കണ്ടത്. വളരെ പെട്ടെന്ന് രാജ്യം അതിൽ നിന്ന് മുക്തി നേടി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനെ തകർത്തുകൊണ്ട് ഭീകരകേന്ദ്രങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മൾ അതിന് മറുപടി നൽകി. പക്ഷേ ഇപ്പോഴും ഈ ഭീകരാക്രമണത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. അല്പം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട് ട്വീറ്റ് ചെയ്തിരുന്നു. റിമെമ്പറിംഗ് ദ ഇന്നസെൻറ്റ് ലൈഫ്സ് ലോസ്റ്റ് ഇൻ ദ ഗ്രൂസം പഹൽഗാം ടെറർ അറ്റാക്ക് ഓൺ ദിസ് ഡേ ലാസ്റ്റ് ഇയർ, ദേ വിൽ നെവർ ബി ഫോർഗോട്ടൺ. മൈ തോട്ട്സ് ആർ ഓൾസോ വിത്ത് ദ ബ്രേവ്ഡ് ഫാമിലീസ് ആസ് ദേ കോപ്പ് വിത്ത് ദെയർ ലോസ്. ഈ കുടുംബങ്ങൾക്കൊപ്പമാണ് എന്നാണ് പ്രധാനമന്ത്രിയുടെ പോസ്റ്റായി വന്നിരിക്കുന്നത്. രാജ്നാഥ് സിംഗും ജയറാം രമേശ്, ഒപ്പം അമിത് ഷാ, കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരൊക്കെ ഈ പഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നൽകുന്നുണ്ട്. ഇവരൊക്കെ ഈ കുടുംബങ്ങളെ, ഈ മരിച്ചവരെ ഓർത്തെടുക്കുകയാണ്. ലഷ്കർ ഇ തൈബയുടെ നിഴൽ സംഘടന ദ റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു. തുടർന്ന് തുടർച്ചയായി നീണ്ടുനിന്ന യുദ്ധത്തിലൂടെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ പൂർണ്ണമായും തകർക്കാനും നമുക്ക് സാധിച്ചു. ഒടുവിൽ പാകിസ്ഥാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്, അഭ്യർത്ഥിച്ച പ്രകാരം ആ യുദ്ധം നിർത്തിവെക്കുകയായിരുന്നു. അവിടെയാണ് അമേരിക്ക അടക്കം ഇടപെട്ടു എന്ന് ഇപ്പോഴും തുടർച്ചയായി ട്രംപ് വീരവാദം മുഴക്കുന്നത്. നമുക്ക് മുരളി കുന്നുംപുറം എന്ന ആളെ
സിനിമാ പ്രേമികൾ വളരെ വേഗം ഓർക്കുന്ന ആളാണ്. കാരണം ജയസൂര്യയുടെ വെള്ളം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ വ്യവസായിയും നിർമ്മാതാവുമാണ് മുരളി കുന്നുംപുറം. ഇപ്പോൾ മുരളി കുന്നുംപുറത്തിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. തനിക്ക് ഒരുപാട് ചതികൾ പറ്റിയെന്നും ജീവിതം കൈവിട്ടു പോയി എന്നുമാണ് മുരളി കുന്നുംപുറം ഈ വീഡിയോയിലൂടെ പറയുന്നത്. പൊട്ടിക്കരയുന്നുണ്ട് ഈ വീഡിയോയിലൂടെ. കാരണം തനിക്ക് ബിസിനസ് മേഖലയിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു, സിനിമാ മേഖലയും തന്നെ ചതിച്ചു എന്നാണ് പറയുന്നത്. പ്രധാനമായും സുമതി വളവ് അടക്കമുള്ള അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളുമായി ബന്ധപ്പെട്ടാണ് ഈ പരാമർശം. ഏതാണ്ട് 7 കോടിയോളം രൂപ സുമതി വളവുമായി ബന്ധപ്പെട്ട് തനിക്ക് നഷ്ടപ്പെട്ടു. ഇതിൽ അഭിലാഷ് പിള്ള തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയ്ക്കെതിരെയും അടക്കം വലിയ തോതിലുള്ള ആരോപണങ്ങൾ മുരളി കുന്നുംപുറം ഉയർത്തുന്നുണ്ട്. കടക്കാർ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, എന്നെ എല്ലാവരും ചതിച്ചു, എല്ലാവരും പറ്റിച്ചു, അഭിലാഷ് പിള്ള, വിഷ്ണു എന്നിവരോടൊക്കെ അവരെ ഒന്നും വിശ്വസിക്കരുത് എന്നും പറയുകയാണ്. ഇവർക്കൊന്നും ഡയറക്ഷൻ പോലും അറിയില്ല, എല്ലാവരും കള്ളന്മാരാണ്, എല്ലാവരും ഈ സത്യം അറിയണം, എന്നെ പറ്റിച്ചതാണ്, എനിക്ക് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, ആത്മഹത്യയുടെ വക്കിലാണ് താൻ, ഏത് നിമിഷവും അത് സംഭവിച്ചേക്കാം എന്നും ഈ വീഡിയോയിലൂടെ മുരളി കുന്നുംപുറം പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ ലോകത്തു നിന്ന് പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഈ പോസ്റ്റ് വ്യാപകമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ വന്നേക്കാം. നമുക്കറിയാം, വിമാന സർവീസുകൾ വലിയ തോതിൽ നിർത്തിവെച്ചുകൊണ്ടിരുന്ന സാഹചര്യമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ യുദ്ധ സമാന സാഹചര്യത്തിൽ ഇന്ത്യയിലുള്ള പ്രവാസികൾക്കടക്കം യാത്ര വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നത് UAE വിമാന കമ്പനികൾ ആഗോളതലത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട് വലിയ ശൃംഖല ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പ്രവാസികൾക്ക് ഗൾഫിലേക്കും ഇതര വിദേശ രാജ്യങ്ങളിലേക്കുമുള്ള യാത്ര കൂടുതൽ സുഗമമാകുമെന്നുള്ള വിവരമാണ്. എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ എന്നീ വിമാന കമ്പനികളാണ് കേരളത്തിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്ന് വിവിധ മേഖലകളിലേക്ക് കൂടുതൽ കണക്ഷൻ ഫ്ലൈറ്റ്സ് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് 420ഓളം സ്ഥലങ്ങളിലേക്ക് UAE വഴി കണക്ടിവിറ്റി നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ ഈ വിദേശ വിമാന കമ്പനികൾ, UAE-യുമായി ബന്ധപ്പെട്ട വിമാന കമ്പനികൾ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ തിരുവനന്തപുരമായാലും കൊച്ചിയായാലും കോഴിക്കോടായാലും കേന്ദ്രീകരിച്ചുള്ള വിമാന സർവീസുകൾക്കാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. അത് ഒരു സംശയവുമില്ല നമ്മുടെ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും എന്നത്. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. KP അഭിലാഷ് ചേരും.